ഫോർത്ത് സെമസ്റ്ററിലെ ക്രിയേറ്റിംഗ് ആൻഡ് ഇൻക്ലൂസീവ് സ്കൂളിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെർസ്പെക്റ്റീവ്സ് ഇൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് ആക്ട്, പോളിസീസ്, പ്രോഗ്രാംസ്, അതായത് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിന് വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ള ഡിഫറെൻറ്റ് ആക്ട്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പോളിസീസ്, ഡിഫറെൻറ്റ് പ്രോഗ്രാംസിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത്. എപ്പോഴും എസ്സേക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ അത്. അതുപോലെ തന്നെ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, എന്താണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ എന്താണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള ബേസിക് ഒരു നോളേജും കൂടെ ഈ ഒരു ചാപ്റ്റർ നമുക്ക് തരുന്നുണ്ട്. സോ ഇപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ് എമർജൻസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ ഫ്രം ദ ഹിസ്റ്റോറിക്കൽ പേഴ്സ്പെക്റ്റീവ് എന്നുള്ളത്. സോ ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എഡ്യൂക്കേഷൻ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നൊരു കൺട്രിയാണല്ലേ. അപ്പം ബിഫോർ ഇൻഡിപെൻഡൻസും ആഫ്റ്റർ ഇൻഡിപെൻഡൻസും നമ്മുടെ ഇന്ത്യൻ എഡ്യൂക്കേഷനിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത് സ്പെഷ്യൽ എഡ്യൂക്കേഷനിലും നോർമൽ എഡ്യൂക്കേഷനിലും ഒക്കെ ഡിഫറെൻറ്റ് ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. 1880s തന്നെ ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിംഗ് നടക്കുന്ന ടൈമിൽ തന്നെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് സിസ്റ്റം കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഡിസേബിൾഡ് സ്റ്റുഡൻസിൻ്റെ എഡ്യൂക്കേഷൻ പോലും 1880s ബ്രിട്ടീഷ് കൊളോണിയൽ റൂളിംഗ് ടൈമിൽ തന്നെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 1883 ബോംബെയിൽ ഡെഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ സ്കൂൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1887 അമൃത്സറിൽ ബ്ലൈൻഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്പെഷ്യൽ സ്കൂൾസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, അതായത് 1947 ശേഷം ബ്ലൈൻഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകളുടെ എണ്ണം 32 കൂടുതൽ ഉയർത്തുകയും അതുപോലെ തന്നെ 30ഓളം ഡെഫ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള സ്കൂളുകൾ 30ൻ്റെ അത്രയും സ്കൂളുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ മെൻ്റലി റിട്ടാർഡഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് 3ഓളം സ്കൂളുകളൊക്കെ ആഫ്റ്റർ ഇൻഡിപെൻഡൻസും ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അപ്പോൾ അത്രത്തോളം എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ എഡ്യൂക്കേഷനും നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആഫ്റ്റർ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടന ഉണ്ടാക്കിയതിന് ശേഷം അതിൽ ആർട്ടിക്കിൾ 45 മെയിനായിട്ടും എഡ്യൂക്കേഷനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. മെയിനായിട്ടും എല്ലാ കുട്ടികൾക്കും, അതായത് 6 to 14 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ ഇപ്പോൾ ഓൾ സ്റ്റുഡൻസ്, അതിൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളും നോർമൽ സ്റ്റുഡൻസും എല്ലാം അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം എഡ്യൂക്കേഷൻ ഒരാളുടെ റൈറ്റ് ആണെന്നാണ് നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സോ അപ്പോൾ അതാണ് നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ പറയാനുള്ളത്. ദെൻ ഈ ചാപ്റ്ററിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ആക്ട്, പോളിസീസ് ആൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. എപ്പോഴും എസ്സേക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പറയേണ്ടത് ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ആർട്ടിക്കിൾ 45 പ്രതിപാദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. 6 to 14 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം. എഡ്യൂക്കേഷൻ ഓരോരുത്തരുടെയും റൈറ്റ് ആണെന്നാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു യൂണിവേഴ്സലൈസേഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ട് എന്നുള്ളൊരു റിപ്പോർട്ട് വരുന്നത്. അതും ഇന്ത്യൻ ഗവൺമെൻറ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു വളരെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലാനായിരുന്നു കോത്താരി എഡ്യൂക്കേഷൻ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഇന്ത്യക്ക് പറ്റിയില്ല. അധികം ഡിസബിലിറ്റി കുട്ടികളെയൊക്കെ ഫോക്കസ് ചെയ്തിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ള ആക്ഷൻ പ്ലാന് കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 1974 ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീം ICDS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാന് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 1974 ഇത് ലോഞ്ച് ചെയ്യുന്നത്. അത് മെയിനായിട്ടും വീക്കർ സെക്ഷൻസ്, അതായത് സൊസൈറ്റിയിൽ വളരെ വൾണറബിൾ സെക്ഷനിൽ ജീവിക്കുന്ന അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി പ്രോപ്പർ സ്കൂളിംഗ്, ഹെൽത്ത് കെയർ, ന്യൂട്രീഷൻ, പ്രീ സ്കൂൾ ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ 5 ഇയേഴ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതുപോലെ ഫെസിലിറ്റീസ് കാര്യങ്ങൾ കൊടുക്കുക എന്ന് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടാണ് ICDS ലോഞ്ച് ചെയ്യുന്നത്. പക്ഷേ ഇത് ഡിസബിലിറ്റി കുട്ടികളെ ഈ കാറ്റഗറിയിൽ ഉദ്ദേശിക്കുന്നില്ല. സൊസൈറ്റിയിലെ ഒരു വൾണറബിൾ സെക്ഷനിൽ ജീവിക്കുന്ന കുട്ടികളെയും ആ ഒരു സൊസൈറ്റിയാണ് ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആ ഇയറിൽ തന്നെ 1974 തന്നെ ഡിസേബിൾഡ് ചിൽഡ്രനെയും കൂടെ ഫോക്കസ് ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നുള്ള ഒരു പോളിസി കൊണ്ടുവരായിരുന്നു. സോ അപ്പോൾ ഇത് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെയും കൂടെ ഫോക്കസ് ചെയ്തിട്ടാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ബുക്സ് കൊടുത്ത് അവരെ സപ്പോർട്ട് ചെയ്യുക, സ്കൂൾ യൂണിഫോംസ്, ട്രാൻസ്പോർട്ടേഷൻ, സ്പെഷ്യൽ എക്യുപ്മെൻറ്റ്സ്, അവർക്ക് വേണ്ട സ്പെഷ്യൽ എയ്ഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടൊക്കെ കുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു സ്കീമാണ് ഇത് മുന്നോട്ട് വെക്കുന്നത്.
ദെൻ 1986 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ വന്നു. അത് മെയിനായിട്ടും കുട്ടികളുടെ സ്പെഷ്യൽ നീഡ്സ് ഉള്ള കുട്ടികൾക്ക് അവരുടെ ആവശ്യങ്ങളെ മീറ്റ് ചെയ്യിപ്പിക്കുക, അതുപോലെ തന്നെ അങ്ങനത്തെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് പ്രീ സർവീസ് ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂമിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലാണ്. അപ്പോൾ ഒരു ഇൻക്ലൂസീവ് ക്ലാസ് റൂം അല്ലെങ്കിൽ എന്താണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനെ കുറിച്ച് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാവും അല്ലേ. അതായത് എല്ലാ ടൈപ്പ് സ്റ്റുഡൻസും, ഡിസബിലിറ്റി ഉള്ള കുട്ടികളും നോർമൽ സ്റ്റുഡൻസും ഒക്കെ എന്ത് ചെയ്യണം, ഒരേ സ്കൂൾ അറ്റ്മോസ്ഫിയറിൽ പഠിക്കുന്നതിനെയാണ് ഇൻക്ലൂസീവ് ക്ലാസ് റൂം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ 1992 പ്രോഗ്രാം ഓഫ് ആക്ഷൻ എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ അതെന്താണ്, മൈൽഡ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ നോർമൽ സ്കൂളിങ്ങിൽ തന്നെ പഠിപ്പിക്കുക, അതായത് ഇൻക്ലൂസീവ് ക്ലാസ് റൂമിൽ തന്നെ പഠിപ്പിക്കുക. അതായത് നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ മൈൽഡ് ഡിസബിലിറ്റി ഉള്ളവരെ നോർമൽ സ്കൂളിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇനി അതുതന്നെ സിവിയർ ഡിസബിലിറ്റി, അതായത് ഭയങ്കര ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് നമ്മൾ നോർമൽ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ കൊടുത്തിട്ട് കാര്യമില്ല അല്ലേ, ബിക്കോസ് അവരുടെ IQ ലെവൽ അവർക്കത് ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. സോ അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്ക് ജസ്റ്റ് ലൈക്ക് ലിവിങ് സ്കിൽസ്, അതുപോലെ ഹൗ ടു ഈറ്റ്, അതുപോലെ എങ്ങനെ ബാത്റൂമിൽ പോകണം, അങ്ങനെയുള്ള ബേസിക് സ്കിൽസ് എന്ത് ചെയ്യുക, അവരെ പഠിപ്പിക്കുക. ഇതാണ് പ്രോഗ്രാം ഓഫ് ആക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 1992 അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ് 2000 വന്ന ഒരു കാര്യമായിരുന്നു എമർജൻസ് ഓഫ് റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇവർ മെയിനായിട്ടും ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് കൊണ്ടുവരിക, അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു കാര്യം കൊണ്ടുവരിക, അതുപോലെ തന്നെ ട്രെയിൻഡ് ടീച്ചേഴ്സിനെ കൊണ്ടുവരിക, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ഒരു ലൈസൻസ്ഡ് പ്രോഗ്രാമാക്കി മാറ്റുക, ഇങ്ങനത്തെയൊക്കെ ആയിരുന്നു മെയിനായിട്ടും അവർ ഫോക്കസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ സ്കൂൾ പഠിപ്പിക്കാൻ പ്രോപ്പർ ട്രെയിൻഡ് ടീച്ചേഴ്സ് വിത്ത് ലൈസൻസ് വേണം. അങ്ങനെ ലൈസൻസ് ഇല്ലെങ്കിൽ അവർക്ക് 1000 രൂപ പിഴയോ ഇംപ്രീസ്മെൻറ്റോ, അത് 1 ഇയർ ജയിലിലാക്കുകയോ 1000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും അങ്ങനെ കൊടുക്കും. അതായത് അത്രത്തോളം നമ്മൾ കെയർ ചെയ്ത് നോക്കേണ്ടവരാണ് സ്പെഷ്യൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ആക്ട്, പോളിസീസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ 1995 പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, അതായത് PDA എന്ന് പറഞ്ഞൊരു ആക്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, മെയിനായിട്ട് 7 കാറ്റഗറി ആയിട്ട് ഡിസബിലിറ്റീസിനെ തിരിച്ചു. അതായത് ബ്ലൈൻഡ്നെസ്, ലോ വിഷൻ, ഇയറിംഗ് ഇമ്പയർമെൻറ്റ്, ലോക്കോമോട്ടർ ഡിസബിലിറ്റി, ലെപ്രസി കേർഡ്, മെൻ്റൽ ഇൽനെസ് ആൻഡ് സ്പീച്ച് ഡിസബിലിറ്റി എന്നുള്ള രീതിയിൽ 7 ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസബിലിറ്റി ഫോക്കസ് ചെയ്തിട്ടാണ് അവർ ഓരോ ആക്ഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ഫ്രീ ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ ആർക്കിടെക്ചറൽ ബാരിയറൊക്കെ റിമൂവ് ചെയ്യുക. അതായത് ഇപ്പോൾ സ്റ്റെപ്സ് മാത്രമുള്ള സ്കൂളാണെങ്കിൽ അവിടെ ഈ ഒരു സ്റ്റീൽ റാമ്പ് കാര്യങ്ങൾ ഒക്കെ കൊണ്ടുവരിക, ഡിഫറെൻറ്റ് സ്പെഷ്യൽ വാഷ്റൂം, അതുപോലെ തന്നെ സൗകര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കരിക്കുലം റീകൺസ്ട്രക്റ്റ് ചെയ്യുക, എക്സാമിനേഷനിൽ മോഡിഫിക്കേഷൻ, ലൈക്ക് ഇപ്പോൾ സ്ക്രൈബ് വെക്കാൻ അനുവദിക്കുക, എക്സ്ട്രാ ടൈം കൊടുക്കുക, അങ്ങനെ കുറച്ച് മോഡിഫിക്കേഷൻസൊക്കെ ചെയ്യാമല്ലോ. അതുപോലെ തന്നെ അങ്ങനത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഫ്രീ ടെക്സ്റ്റ് ബുക്സ്, നോട്ട് ബുക്സ്, അങ്ങനെ അവർക്ക് ആവശ്യമായുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തന്നെ അവർക്ക് സ്കോളർഷിപ്സ് കാര്യങ്ങൾ ഗ്രാൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ രീതിയിൽ കുട്ടികളെ മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാൻ PDA ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് വൺ ആയിരുന്നു ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം, DPEP എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ മെയിനായിട്ടും കരിക്കുലം മോഡിഫിക്കേഷനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഡയറ്റ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ് ഇവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്തത്. അതായത് ഓരോ ഡിസ്ട്രിക്റ്റും ഫോക്കസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡിസ്ട്രിക്റ്റ് എഡ്യൂക്കേഷൻ പ്ലാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലുള്ള കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ട് അവിടുത്തെ ടീച്ചേഴ്സിന് എന്ത് ചെയ്യുക, ട്രെയിനിങ് കാര്യങ്ങൾ കൊടുക്കാം, ഇതൊക്കെയായിരുന്നു അവർ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്തത് 3 സ്റ്റേറ്റിലായിരുന്നു, രാജസ്ഥാൻ, ഒറീഷ, വെസ്റ്റ് ബംഗാൾ. അപ്പോൾ അവിടെ 23 അവിടെ മൊത്തം കൺസിഡർ ചെയ്ത് 23 ഡിസ്ട്രിക്റ്റിൽ ഈ ഒരു ഡയറ്റ് പ്ലാന് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ദെൻ വന്നൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സർവശിക്ഷ അഭിയാൻ, SSA, എഡ്യൂക്കേഷൻ ഫോർ ഓൾ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പം ഈ SSAയിൽ പറയുന്നൊരു കാര്യമാണ് ഇത്. 6 to 14 ഇയേഴ്സിൻ്റെ ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ അലോക്കേറ്റ് ചെയ്യുന്ന സ്കൂളിന് 1200, ഒരു ഇയറിൽ 1200 രൂപ ആ കുട്ടികളുടെ അസിസ്റ്റീവ് ഡിവൈസസ് വാങ്ങാൻ, അവരെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ട് ഓരോ സ്കൂളിനും ഓരോ കുട്ടി പെർ ഹെഡ് സ്കൂളിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലസ്റ്റർ മീറ്റിങ്സ് കാര്യങ്ങൾ വെക്കുക, കുട്ടികളുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഫിനാൻഷ്യൽ ഗ്രാൻറ്റ് കാര്യങ്ങൾ കൊടുക്കുക. ഇതൊക്കെ മെയിനായിട്ടും സർവശിക്ഷ അഭിയാനിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ്.
അതുപോലെ 2009 വന്നൊരു കാര്യമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ അതാണ് ഒരു കുട്ടികൾക്കൊരു എഡ്യൂക്കേഷനുള്ള റൈറ്റ് ഉണ്ട്, അതൊരു മൗലികാവകാശമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം അതിൽ മെയിനായിട്ട് വരുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കഴിയുന്ന ഒരിക്കലും എക്സ്ട്രാ ഫീസ് കാര്യങ്ങൾ, ഒരിക്കലും സ്കൂൾ ഫീസ് കാര്യങ്ങൾ വാങ്ങിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരു കുട്ടി ഇതുവരെ സ്കൂളിൽ പോയില്ല, അപ്പം ആ കുട്ടീൻ്റെ ഒരു സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ക്ലാസ് റൂമിൽ, അത് ഇൻ്റലക്ച്വലി ആ കുട്ടി ഓക്കെ ആണെങ്കിൽ ആ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കാൻ ആ കുട്ടിക്ക് ബുദ്ധിപരമായിട്ട് ആ കുട്ടി ഓക്കെ ആണെങ്കിൽ ആ കുട്ടി ആ ക്ലാസ്സിൽ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ചേർക്കണം. ഇനി ഇൻ്റലക്ച്വലി ആ കുട്ടി ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എന്താണോ ആവശ്യം അതനുസരിച്ചിട്ടുള്ള രീതിയിൽ ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷനിലാണ് ആ കുട്ടിയെ നമ്മൾ അഡ്മിറ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഒരു ഏരിയയിൽ ഒരു ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ സ്കൂളുകൾ, 3 കിലോമീറ്ററിനുള്ളിൽ സ്കൂളുകളില്ലെങ്കിൽ ഒരു 3 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യുക, അവിടെ സ്കൂളുകളും അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ്, ട്രാൻസ്പോർട്ടേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കേണ്ടതുണ്ട്. അതും ഈ ഒരു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്റ്റിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ ഫണ്ടിങ് ബോത്ത് സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരുമിച്ചാണ് അവർ ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് ബോത്ത് എല്ലാവരുടെയും റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള ആക്ട്, പോളിസീസ്, കാര്യങ്ങൾ. അതുപോലെ തന്നെ ഓട്ടിസം, സെറിബ്രൽ പാൾസി, മെൻ്റൽ റിട്ടാർഡേഷൻ, മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്കൊക്കെ വേണ്ടി ഡിഫറെൻറ്റ് ആക്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ നമ്മൾ പറഞ്ഞു അല്ലേ, എല്ലാ കുട്ടികളെയും ഒരേ ക്ലാസ് റൂം എൻവയോൺമെൻറ്റിൽ പഠിക്കുന്നതാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഈക്വൽ എഡ്യൂക്കേഷൻ കിട്ടാനും, എല്ലാവർക്കും മുൻനിരയിലേക്ക് വരാനും, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാനും, അവരുടെ റൈറ്റ് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ള ആ റൈറ്റ് റെസ്പെക്റ്റ് ചെയ്യാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നോർമൽ സ്റ്റുഡൻസിൻ്റെ കൂടെ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ പഠിക്കുമ്പം നോർമൽ സ്റ്റുഡൻസിന് അവരെ മനസ്സിലാക്കാനും അവരെ ഹെൽപ്പ് ചെയ്യാനും അവരോടൊരു എമ്പതി ഉണ്ടാവാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ നീഡ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഡിഫറെൻറ്റ് പ്രിൻസിപ്പിൾസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിലൊന്നാണ് പ്രിൻസിപ്പിൾ ഓഫ് ടുഗദർനെസ് എന്ന് പറയുന്നത്. സോ എല്ലാ കുട്ടികളെയും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒന്നാണല്ലോ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ. സോ അതാണ് ടുഗദർനെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇസ് പ്രിൻസിപ്പിൾ ഓഫ് ഇക്വാലിറ്റി, എല്ലാ കുട്ടികൾക്കും ഈക്വൽ എഡ്യൂക്കേഷൻ, ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് പാർട്ടിസിപ്പേഷൻ, എല്ലാ കുട്ടികൾക്കും ഒരു ലേണിംഗ് ആക്ടിവിറ്റിയിൽ ഈക്വലി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് അക്സെപ്റ്റൻസ്, എല്ലാ കുട്ടികൾക്കും ഇറസ്പെക്റ്റീവ് ഓഫ് അവരുടെ ഡിസബിലിറ്റി ആണോ അവരുടെ എക്കണോമിക്കൽ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ തന്നെ എല്ലാവരിലേക്കും എഡ്യൂക്കേഷൻ കാര്യങ്ങൾ എത്താനും അവർക്ക് മുൻനിരയിലേക്ക് വരാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്പെഷ്യൽ ക്ലാസ് റൂം എന്നുള്ളൊരു കാര്യം ആക്ച്വലി ഇൻക്ലൂസീവ് ക്ലാസ് റൂം കൊണ്ട് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഓരോ കുട്ടിയും ഓരോ ഇൻഡിവിജ്വലാണല്ലേ, ഓരോ ഇൻഡിവിജ്വലും ഡിഫറെൻ്റ് ആയിരിക്കും. അത് ഫിസിക്കൽ നേച്ചറിലാണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ ഇത് ആക്ച്വലി ഒരു ചേഞ്ചിന് വേണ്ടിയിട്ടുള്ള തുടക്കം കൂടിയാണല്ലേ ആക്ച്വലി ഇൻക്ലൂസീവ് ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ. അതൊക്കെയാണ് അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എന്താണോ ഡിസബിലിറ്റി അത് ബേസ് ചെയ്ത് അവർക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷനാണ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈക്ക് ബ്ലൈൻഡ് സ്റ്റുഡൻസിന് ഒരു സ്കൂളിൽ പഠിപ്പിക്കുക, ഡെഫ് സ്റ്റുഡൻസിന് ഒരു സ്കൂളിൽ പഠിപ്പിക്കുക, അങ്ങനെ രീതിയിൽ. അപ്പോൾ അത് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് എക്സ്ക്ലൂസീവ്ലി മാത്രം കൊടുക്കുന്ന സ്കൂളുകളും എഡ്യൂക്കേഷൻ ആയിരിക്കും. അപ്പോൾ അവിടെ സ്പെഷ്യലൈസ്ഡ് ടീച്ചേഴ്സ്, അതായത് സ്പെഷ്യൽ BEd എടുത്ത ടീച്ചേഴ്സൊക്കെ ആയിരിക്കും അവിടെ പഠിപ്പിക്കുക. അപ്പോൾ അവർക്ക് കുറച്ചൊരു ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അവർക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. ദെൻ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ സ്പെഷ്യൽ നീഡ് ഉള്ള കുട്ടികളെയും അതുപോലെ നോർമൽ സ്റ്റുഡൻസിനെയൊക്കെ ഒരുമിച്ച് പഠിപ്പിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുക, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സൊക്കെ ഒരുമിച്ച് ഒരു ക്ലാസ് റൂമിനെ ഹാൻഡിൽ ചെയ്യുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ്, 2 ടൈപ്പ് കുട്ടികൾക്കും ഒരേ അണികളിൽ പഠിക്കാനും പറ്റും, എന്നാൽ ആവശ്യമായിട്ടുള്ള കെയർ 2 കൂട്ടർക്കും കിട്ടുന്ന പോലെ ഇവിടെ ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യലി ട്രെയിൻഡ് ടീച്ചേഴ്സും വേണം, നോർമൽ BEd ടീച്ചേഴ്സും വേണം. സോ അപ്പം നോർമൽ സ്റ്റുഡൻസിനെ ഹാൻഡിൽ ചെയ്യാം, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ആ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ക്ലാസ് റൂമിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് എഡ്യൂക്കേഷൻ കൊടുക്കാം. അപ്പോൾ ഇത്രയും കോൺസെപ്റ്റാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് കേട്ടോ.